എറണാകുളം കീഴിലം സ്കൂളിലെ റാഗിംഗ് ചെറുത്ത വിദ്യാർത്ഥിയെ ആക്രമിച്ച വിദ്യാർത്ഥികളെ സംരക്ഷിച്ച സ്കൂൾ അധികൃതർ. സംഭവം നടന്ന് ഒരാഴ്ചയായിട്ടും അക്രമികൾക്കെതിരെ നടപടിയില്ല. സ്കൂൾ അധികൃതർ സംഭവം നിസ്സാരവൽക്കരിക്കുകയാണെന്ന് ഇരയായ വിദ്യാർത്ഥിയുടെ അമ്മ പറഞ്ഞു. ആദ്യം ആ പ്രതികരണം ഒന്ന് കേൾക്കാം. അധ്യാപകർ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഇവിടെ റാഗിങ് നടക്കുന്ന കാര്യം അറിഞ്ഞിട്ടില്ല. ഞാൻ പ്രിൻസിപ്പലിനെ വീട്ടിൽ വിളിച്ചപ്പോൾ അവിടെ ക്രൗഡ് ഉണ്ടായിരുന്നു. അവിടെ എന്താ സംഭവിച്ചതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. കൊച്ചിനെ മർദ്ദിച്ചതായിട്ട് അവർക്ക് അറിയില്ല എന്ന് പറയുന്നത്. CCTV ക്യാമറ പരിശോധിച്ചറിയാം. ഞാൻ ഇന്നലെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. CCTV ക്യാമറയിൽ ഇതെല്ലാം വ്യക്തമായിട്ട് അറിയാതെ. മിഥുൻ അയ്യപ്പനുണ്ട്. മിഥുൻ, CCTV ദൃശ്യങ്ങൾ പരിശോധിക്കൂ. എൻ്റെ കുട്ടി ആക്രമണത്തിനിരയായി എന്നാണ് ഒരു മാതാവ് വിങ്ങലോടെ പറയുന്നത്. അപ്പോഴും ഈ വിഷയമൊന്നും തങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്ന നിരുത്തരവാദപരമായ ഒരു മറുപടിയാണ് എറണാകുളം കീഴിലം സ്കൂളിലെ സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ റാഗിംഗ് നടത്തിയ അക്രമികളോട് ഇത്ര താല്പര്യം ഈ സ്കൂൾ അധികൃതർക്ക്? എങ്ങനെയാണ് ഈ കുട്ടിയുടെ മാതാവ് നമ്മളോട് പ്രതികരിക്കുന്നത്? ബിന്ദുരെ, സാധാരണ ഇത്തരമൊരു റാഗിംഗ് കേസൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തന്നെ ആദ്യഘട്ടത്തിൽ അന്വേഷണ വിധേയമായിട്ടെങ്കിലും വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുന്ന അടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ഇത്തരത്തിൽ കീഴിലം സെൻറ് ജോസഫ് സ്കൂളിൽ ഇത്തരത്തിൽ +2 വിദ്യാർത്ഥികളാൽ കൂട്ടാക്രമണത്തിന് +1 വിദ്യാർത്ഥി ഇരയായത്. പക്ഷേ ഈ നിമിഷം വരെ ഈ വിദ്യാർത്ഥികൾക്കെതിരെ യാതൊരു നടപടിയും, അച്ചടക്ക നടപടി പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്നതും ഏറെ വിമർശനത്തിന് വഴിവെക്കുന്നതും. ഈ ആദ്യഘട്ടത്തിൽ ഈ കുട്ടി വീട്ടിൽ ഇത് പറഞ്ഞതിൻ്റെ പിന്നാലെ അമ്മ സ്കൂളിലെത്തി അധികൃതരുമായി സംസാരിച്ചിരുന്നു. ഒപ്പം തന്നെ അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു. അതിൽ നിന്ന് ഈ കുട്ടി പറഞ്ഞതിനെ ഉതകുന്ന തരത്തിൽ, അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന തരത്തിൽ ഈ +1 വിദ്യാർത്ഥികളുടെ ശുചിമുറിയിലേക്ക് ഏതാണ്ട് 20ഓളം വിദ്യാർത്ഥികൾ, +2 വിദ്യാർത്ഥികൾ ഇരച്ചു കയറുന്ന ദൃശ്യങ്ങൾ അതിലുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടാണ് ഇവർക്കെതിരെ നടപടിയെടുക്കാതെ അധികൃതർ സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിന് റിപ്പോർട്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് സമർപ്പിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ സ്കൂൾ എടുക്കേണ്ട നടപടിയായിട്ടുള്ള സസ്പെൻഷൻ അടക്കമുള്ള നടപടിയിലേക്ക് ഇതുവരെയായിട്ട് നീങ്ങാത്തതിലാണ് വലിയ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. ഇപ്പോഴും ഇത് സംബന്ധിച്ചുള്ള പ്രതിഷേധങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് സ്കൂളിലേക്ക് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധം അധ്യാപകർ, ഈ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും എല്ലാം കൂടിയാണ് ഇത്തരത്തിലൊരു മാർച്ചെല്ലാം തന്നെ നടത്തിയത്. അധികൃതരുമായും അതുപോലെ തന്നെ പ്രിൻസിപ്പളുമായെല്ലാം ചർച്ച നടത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ചക്കകം തന്നെ നടപടി സ്വീകരിക്കാമെന്നും ഇത് സംബന്ധിച്ച് ആന്റി റാഗിംഗ് സ്ക്വാഡ് രൂപീകരിച്ച് പോലീസിന് റിപ്പോർട്ട് സമർപ്പിക്കാമെന്നുള്ള ഉറപ്പിന്മേലാണ് പ്രതിഷേധം താൽക്കാലികമായി. വിവരങ്ങൾ വ്യക്തമാണ്. സ്കൂൾ അധികൃതർക്കെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ്. എന്തുകൊണ്ടാണ് അക്രമകാരികളായ വിദ്യാർത്ഥികളെ സംരക്ഷിക്കാൻ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഈ ശ്രമം ഉണ്ടാകുന്നത്? നിഗൂഢത മറനീക്കി പുറത്തു വരേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് മിഥുൻ അയ്യപ്പൻ പങ്കുവച്ചത്.